2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ശുഭ്മാൻ ഗില്ല്, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ ചർച്ചയാകുന്നത്. പക്ഷേ ലോകകപ്പിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് ആരായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെക്കുന്ന ആ ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് ഘടകങ്ങൾ അത്തരത്തിൽ ഹാർദിക്കിനെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ദക്ഷിണാഫ്രിക്കൻ സീരീസിൽ ഒന്നാമത്തെ മത്സരത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏക വ്യത്യാസം ഹാർദിക് പാണ്ഡ്യ ഇല്ല, ദക്ഷിണാഫ്രിക്കയ്ക്ക് അങ്ങനെ ഒരു താരമില്ല എന്നത് മാത്രമായിരുന്നു. കാരണം അന്ന് മുന്നിൽ ടോപ്പ് ഓർഡർ പതിവ് പോലെ നമ്മൾ തകരുന്നു. പിന്നെ ഹാർദിക് വന്നിട്ട് ഒറ്റയാൾ പോരാട്ടത്തിൽ നടക്കുന്നു. ബോളിംഗ് എത്തുമ്പോൾ അങ്ങനെയാണ്. ഇതൊക്കെ പോട്ടെ, കഴിഞ്ഞ ലോകകപ്പ് T20 ലോകകപ്പ് ഫൈനലിൽ ഹാർദിക്കിൻ്റെ ഒരു ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മറ്റേ IPL ഇമ്പാക്ട് പ്ലെയർ അല്ല, പക്ഷേ ആ കളിയിലൊരു ഗതി മാറ്റിയത്, ആ ഫൈനലിലേക്ക് ഇന്ത്യക്ക് കപ്പ് നേടിത്തരാൻ വേണ്ടിയുള്ള ഗതി മാറ്റിയത് അത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. അതേ ഫോമിൽ അതിനേക്കാൾ ഊർജ്ജത്തോടെ ഹാർദിക് പാണ്ഡ്യ ഇപ്പോഴും ഉണ്ട്. അന്ന് നമുക്ക് ഓർമ്മയില്ല, അതിന് മുമ്പ് IPL സീസണിൽ ക്യാപ്റ്റനായിട്ട് വന്നിട്ട് മുംബൈയിൽ നിന്ന് കൂവി വിളിച്ചിട്ട് പിന്നെ കപ്പ് കൊടുത്തിട്ട് ഹീറോ ആയിട്ട് വന്ന ഹാർദിക് പാണ്ഡ്യനെ ഓർമ്മയില്ല. ആ ലുക്ക് മൊത്തം മാറിയിട്ട് ആ ഹാർദിക്കിനെ നമുക്ക് ആരും മറക്കില്ല. ഒരു പ്രത്യേക ലുക്കിലായിരുന്നു അതുവരെ ഉണ്ടായ ഹാർദിക് പാണ്ഡ്യനെ നമ്മൾ കണ്ടത്. ആ ഹാർദിക് പാണ്ഡ്യ കപ്പ് കൊടുത്തിട്ട് മുംബൈയിൽ വന്നിറങ്ങിയ ആ സീൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കപ്പ് നിലനിർത്തിയിട്ട് പിന്നെ മുംബൈയിലായാലും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലായിരുന്നു എനിക്കൊന്ന് ഫൈനൽ വരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്നത്, പാകിസ്ഥാൻ ആണെങ്കിൽ ശ്രീലങ്കയിലെങ്കിലും വരുന്നത്, എവിടെയായാലും ആ കപ്പ് ഉയർത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് അതേപോലെ റോൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ടീമിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കും, നമുക്ക് ചില മത്സരങ്ങൾ പറയും ഒരു താരം ഇറങ്ങാനുണ്ട് അല്ലെങ്കിൽ ഒരു താരം ബോൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് ബൂംറേനെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടീമിൽ ബാറ്റിംഗ് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു താരത്തെ പറയാൻ ചിലപ്പം പറ്റുന്നുണ്ടാവില്ല. വേറൊരു താരത്തെ ഈ T20 ടീമിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടെങ്കിൽ, പാണ്ഡ്യ ഉണ്ട്, കുംഫു പാണ്ഡ്യ എന്നൊക്കെ നമ്മൾ പറയും. ആ പാണ്ഡ്യയുടെ ഒരു തകർപ്പിന് ഒരു മൊമെൻറ്റ് എന്തായാലും അത് വരുന്നു പ്രതീക്ഷിക്കും. നിർണായക സമയങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റവും അവസാനം പറയാൻ 5ാം T20 ആ ഒരു വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി വന്നത്, ആ താരം ആ ഒരു ഫോമിലുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതലൊരു ഒരു കരുത്ത്. സൂര്യകുമാർ യാദവിൻ്റെ സംഘത്തിൻ്റെയും കരുത്ത് ഈ ഹാർദിക് പാണ്ഡ്യനെ യാതൊരു സംശയവും വേണ്ട, ഒരു മാറ്റവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ 142 റൺസ്, അതായത് 71 ശരാശരിയിൽ ഹാർദിക് പാണ്ഡ്യ സ്കോർ ചെയ്യുന്നുണ്ട്. ഈ അവസാനത്തെ മത്സരം എന്ന് നമ്മൾ പറയുമ്പോൾ ജോർജ് ലിൻഡെ നമുക്കറിയാം വളരെ നല്ല രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തിലകിനെതിരെയും സഞ്ജുവിനെതിരെയും ഓരോ 6 വഴങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതെ അതെ, ആ ഒരു താരത്തിന് അവസാനത്തെ ഓവറിൽ 27 റൺസ് അടിക്കുന്നത്, തിലകാണ് ഫസ്റ്റ് തുടങ്ങുന്ന ഒരു 6, പക്ഷെ അത് പിന്നെ ഹാർദിക് അങ്ങ് തീർക്കുക എന്ന് പറയില്ലേ, ആ ഒരു 7 പന്തുകൾ കഴിഞ്ഞ സമയത്ത് ഹാർദിക് 31 റണ്ണായി എന്നുള്ളത് തന്നെയാണ് ജോർജ് ലിൻഡയ്ക്കെതിരെ ആ ഒരു അടി അടിച്ചത്. അതായത് ഈ 19 റണ്ണ് 3 ഓവറിൽ വഴങ്ങി മികച്ച ഇക്കണോമിയിൽ പന്തെറിയുന്ന ഒരു താരത്തിനെയാണ് അവസാനത്തെ ഓവറിൽ 27 അടിച്ചിട്ട് ടോട്ടല് ആ താരത്തിന്റെ ഇക്കണോമി 6-ന് അടുത്തുണ്ടായിരുന്ന ഇക്കണോമി 10-ന് മുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഹാർദിക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു കൂറ്റൻ സ്കോർ നേടാൻ കഴിഞ്ഞത് എന്നതും കൂടി എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ ലോകകപ്പിന്റെ കാര്യം പറയുമ്പോൾ, ലോകകപ്പ് ഫൈനലില് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള കാര്യം പറയുമ്പോൾ ക്ലാസന്റെയും മില്ലറുടെയും വിക്കറ്റാണ് 3 വിക്കറ്റ് വീഴ്ത്തിയതിൽ ഒന്ന് ക്ലാസന്റെ മില്ലർ. നമുക്കറിയാം ക്ലാസനും മില്ലറൊക്കെ T20 എത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന താരങ്ങളാണ് നമുക്കറിയാം. നിർണായകമായ 2 വിക്കറ്റുകളാണ് ആ ലോകകപ്പിൽ ഉടനീളം ഇന്ത്യയുടെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഒരു വാല്യുബിൾ പ്ലെയർ ആയിട്ട് ഹാർദിക് പാണ്ഡ്യ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഇപ്പോൾ ഹാർദിക്കിന്റെ ആ ഒരു തിരിച്ചുവരവ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഹാർദിക്കിനെ ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല താരങ്ങളുടെയും ഒരേ സമയം അവരുടെ ആരാധകരും ഒരേ സമയം അവരുടെ ഹേറ്റേഴ്സും, അല്ലെങ്കിൽ അതങ്ങനെ ആകാൻ കഴിയില്ല എന്ന് നമുക്ക് പറയെങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ കളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശം പലപ്പോഴും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് IPL ഹാർദിക് കളിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നാറില്ല. മീൻസ് അത് അങ്ങനെ ആയിരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ടീം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ടീം ഉണ്ടാവും. ആ ടീമിനെതിരെ നടത്തുന്ന പെർഫോമൻസിനെ ആ ഒരു സമയത്ത് ആ ടീം പെർഫോം ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ലോകകപ്പിലേക്ക് വന്ന സമയത്ത് ഹാർദിക്കിന്റെ ആ ഒരു മാസ് തിരിച്ചു വരെന്ന് പറയുന്നത് ഇത്രയും ഈ പറയുന്ന കൂക്കലുകളും കുക്കിവിളികളും ചീത്ത വിളികളൊക്കെ കേട്ടിട്ടും ഹാർദിക് വളരെ കൂളായിട്ട് അതിനെതിരെ വളരെ സൈലന്റ് ആയിട്ട് അതിനെതിരെ ഒന്നും സംസാരിക്കാതെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാനിതാ വന്നിട്ടുണ്ട് കപ്പായിട്ട് തിരിച്ചു വന്നിട്ട് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും കൈയടിയിട്ട് നമുക്കറിയാം, പേര് വിളിക്കുമ്പോൾ കൈയടിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും സൂപ്പർ താരങ്ങൾ, ഒന്ന് നായകനും ഒന്ന് മുൻ നായകനും അല്ലെങ്കിൽ ഇതിഹാസ താരങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കപ്പ് എടുക്കുമ്പോൾ മുംബൈയിൽ
പിന്നെ വിജയ പരേഡിൽ വന്ന സമയത്ത് ഉണ്ടായത്. ഈ രണ്ട് താരങ്ങൾക്കൊപ്പം ബൂംറയുടെ പേരിന് മുംബൈക്ക് എന്നാലും ഒരു കൈ കിട്ടിയിട്ട് നമുക്ക്, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ഊർജ്ജത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ആരവം മുഴങ്ങിയത് ഹാർദിക് പാണ്ഡ്യയുടെ പേര് കേട്ടപ്പോഴാണ്. അത് മുംബൈ ഹാർദിക്കിനോട് ചെയ്തൊരു പ്രായശ്ചിത്തം കൂടിയായിരുന്നു മുംബൈയിലെ ആരാധകർ. കാരണം ആ സീസണിൽ പിന്നെ രോഹിത്തിനെ മാറ്റിയിട്ട് ഗുജറാത്തിൽ നിന്ന് നായകനായിട്ട് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൂവി വിളിച്ചു പറഞ്ഞാൽ രോഹിത്തിൻ്റെ അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു വല്ലാത്തൊരു രോഹിത്തിനോടുള്ള പിന്നെ അമിത ആരാധനയും കൂടി ഒരു അതിൻ്റെയും കൂടി ഇരയാക്കപ്പെട്ടായിരുന്നു. അങ്ങനെ കൂവി വിളിച്ച് എന്തൊക്കെ പറഞ്ഞു. പക്ഷേ ഹാർദിക് അതിനോട് പറഞ്ഞാൽ വിവാദങ്ങൾക്കൊന്നും പോകാതെ കളി പിന്നെ സീസണിൽ പുറത്തായെങ്കിലും സീസണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഴിഞ്ഞെങ്കിലും ഈ വന്നിട്ട് ഈ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പുണ്ട്. നമ്മൾ ഹീറോ സിനിമാ കഥകളൊക്കെ പറയില്ല, ഒരു നായകൻ തിരിച്ചു വരുന്നത്, അതിന് സിനിമാ കഥകളൊന്നും അടുത്തുകൊണ്ട സിനിമാ കഥകളൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ക്ലാസിൻ്റെ മില്ലറിനൊക്കെ വിക്കറ്റ് ആ സ്റ്റേഡിയത്തിൽ അന്ന് ഉണ്ടായപ്പം ലോകകപ്പ് എടുക്കുമ്പോൾ മൊമെൻറ്റിൽ ലാസ്റ്റ് കണ്ണീരണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് തന്നെ ഹാർദിക്കിൻ്റെ മുഖം ഓർമ്മയുണ്ട്. അതിനേക്കാൾ ഏറെ ഒരു അഭിമാനം സന്തോഷം തോന്നിയത് ആ മുംബൈയിൽ വന്നിറങ്ങിയത്. ഈ പറഞ്ഞ പോലെ മുംബൈ ടീമിനെയോ ഹാർദിക്കിനൊന്നും നമുക്ക് IPL കളിക്കും അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ വിമർശിക്കുമ്പോൾ നമ്മളും വിമർശിച്ചിട്ടുണ്ട് രോഹിത്തിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ. പക്ഷെ തിരിച്ചു വന്ന ഹീറോൻ്റെ ഒരു വരവുണ്ട്. ആ ഒരു വരവ് അത് ഹാർദിക്കിന് മാത്രം അവകാശപ്പെട്ടാണ്. ഹാർദിക്കിൻ്റെ നമുക്ക് പേഴ്സണൽ ലൈഫിൻ്റെ കൂടി പറയേണ്ടി വരും. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ അയാൾ കടന്നു പോയതാണ്, പല വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ലോകകപ്പിലേക്ക് അത് എത്തുന്നത്. അപ്പം ഒരു വ്യക്തിയെ ഒരു താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ അവർ അതിജീവിക്കുന്നു. പക്ഷേ ഒരു വ്യക്തി എത്രത്തോളം പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടാണെങ്കിൽ കൂടി അവിടെ നിന്നൊക്കെ ഒരു ഉദിച്ചു നിൽക്കുന്നു നമ്മൾ പറയില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയണ്ടേ പറഞ്ഞ കൂടിപ്പോകുന്ന രീതിയിൽ അങ്ങനെ ഒരു സാധനത്തിൽ വരുന്ന രീതിയിൽ വന്നിട്ട് ആ ഒരു കപ്പ് ഇന്ത്യക്ക് നേടിത്തരാൻ ഹാർദിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം അദ്ദേഹം വീണ്ടും ടീമിലേക്ക് എത്തുമ്പം അതിൽ ഒട്ടും കുറവ് വരാണ്ട് ടീമിനെ ഒറ്റക്ക് തോളെത്തും. നമുക്ക് ടോപ്പ് ഓർഡർ തകർന്ന മത്സരത്തിൽ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്കൊരു ഭേദപ്പെട്ട വിജയലക്ഷ്യം കുറിക്കുന്നു. ടോപ്പ് ഓർഡർ ഒന്ന് മിന്നി, സഞ്ജുവും അഭിഷേക് വന്നപ്പോൾ ടോപ്പ് ഓർഡറിൽ മിന്നിയ ആ മത്സരത്തിൽ ഇന്ത്യക്ക് കൂറ്റ സ്കോറിൽ എത്തിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞതാണ്. ഇപ്പം സഞ്ജു വരുമ്പോൾ നമുക്ക് അഭിഷേകും സഞ്ജു കൂടെ ചേരുമ്പം ഒരു ടോപ്പ് ഓർഡറിൽ ഒരു മികച്ച തുടക്കം ലഭിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ റിങ്കു സിംഗ് ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. അവർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ കൂടെ ചേരുമ്പം ഇന്ത്യയുടെ ടോട്ടൽ എന്തായാലും ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതുപോലെ ബോളിങ്ങിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റന് ഒന്ന് പാളി പോകുന്നു തോന്നുമ്പോൾ ഒരു ബോൾ ചേഞ്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയത് അവിടെ ഒരു ഇമ്പാക്ട് നടക്കാം. ഫീൽഡിലൊന്നും ഒരു സംശയമില്ല, നമുക്കറിയാം ഫീൽഡ് ഹാർദിക് പാണ്ഡ്യ എങ്ങനെയാണ്. അങ്ങനെ ഒരു പണ്ട് 3D പ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 3D പ്ലെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യനല്ല 3D പ്ലെയർ എന്ന് പറഞ്ഞത്. അതിനകത്ത് സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരു എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിന്നിങ് എന്താ പറയേണ്ട ഒരു അതെ, ആ ഒരു ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത് ഏതൊരു ടീമിലും ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ആദ്യ മത്സരത്തിന് ശേഷം ചർച്ചയിൽ നമ്മൾ പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഈ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള വ്യത്യാസം. പരമ്പരക്ക് ശേഷം 3-1 ഇന്ത്യ പരമ്പര വിജയിച്ചതിന് ശേഷം ദക്ഷിണാഫ്രിക്കയുടെ കോച്ച് പറയുന്നത് വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് താരങ്ങളുണ്ട് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, അഭിഷേക് ഉണ്ട്, ബുംറ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ ഹാർദിക്കിനെ പോലെ ഹാർദിക് ആയിരുന്നു ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കക്കും ഇടയിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും നമുക്ക് 2026 ലോകകപ്പിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇന്ത്യക്കും മറ്റ് ടീമുകൾക്കും ഇടയിലുള്ള ഒരു ഡിഫറൻസ് ഹാർദിക് പാണ്ഡ്യ തന്നെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും ഇപ്പോൾ 24 ബോളിൽ 32, 27 ബോളിൽ 50, 17 ബോളിൽ 27, 13 ബോളിൽ 23, 2 ബോളിൽ 5, 2 ബോളിൽ 5 നോട്ട് ഔട്ടാണ്. ഇങ്ങനെ അതെ 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 ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ഇന്നിങ്സുകൾ ഹാർദിക് പാണ്ഡ്യ അവസരം കിട്ടുന്ന സമയത്ത് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബോളിങ്ങിലേക്ക് വരുമ്പോഴും 4 ഓവറിൽ 27 വഴങ്ങിയിട്ട് 3 വിക്കറ്റ്, 24 റൺ വഴങ്ങിയിട്ട് 2 വിക്കറ്റ്, 4 ഓവറിൽ 14 റൺ മാത്രം വഴങ്ങിയിട്ട് 2 വിക്കറ്റ്, പിന്നെ ഫൈനലിൽ 3 ഓവറിൽ 20 റൺ വഴങ്ങിയിട്ട് 3 വിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രകടനം. അതെ അതെ കിരീടം തന്നെയാണ്. അപ്പൊ അന്നത്തെ ഫാന്റസി പോയിന്റുകളൊക്കെ വെച്ചിട്ട് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. ആ അർത്ഥത്തിൽ ഹാർദിക് പാണ്ഡ്യനെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ ഇന്ത്യയുടെ ഒരു തുറപ്പിച്ചിട്ടായിട്ട് 2021 ലോകകപ്പിൽ രോഹിത്തും വിരാടും ഇല്ല. മുമ്പ് നമ്മൾ ടീമിന്റെ 2 സ്ക്വാഡ് നോക്കുമ്പോൾ 2 താരങ്ങളില്ല. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ അഭിഷേകിന് സഞ്ജുവിന്റെ പേരാക്കി നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ അഭിഷേകിന് പേരാക്കി നമ്മൾ കാണുന്നത്. ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുമ്പോൾ അയ്യോ ഇവരില്ലല്ലോ എന്ന്. പക്ഷേ ആ നടുക്ക് അതിലേക്ക് വരുമ്പോൾ 2ാം നിരയിൽ 3 നിരയിൽ ആ ഒരു ഫോട്ടോ മനസ്സിലെ ചിത്രം വരെയാണ്. 3 നിരയിലെ സ്ക്വാഡിലെ ഫോട്ടോകൾ വരുമ്പോൾ 5 പേർ വെച്ചിൽ വരുമ്പോൾ 2ാം നിരയിൽ നടുക്കായിട്ട് ഹാർദിക്കിന്റെ പേര് കാണും. ഈ പുതിയ സ്ക്വാഡിൽ വരുമ്പോൾ അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഹാർദിക് ഉണ്ടല്ലോ, ഈ 2 താരങ്ങളില്ലെങ്കിലും യുവതാരങ്ങളുണ്ട്, അവർക്കൊപ്പം ഹാർദിക് ഉണ്ടല്ലോ എന്നൊരു മനസ്സ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഹാർദിക്കിന്റെ വിജയം, അത് തന്നെയാണ് ഹാർദിക്കിന്റെ പവർ. ഹാർദിക്കിന് ഇനിയും ഈ ലോകകപ്പിലും അത് ഇനി വരുന്ന ലോകകപ്പിലേക്ക് അദ്ദേഹം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റും. T20 ഹാർദിക്കിനെ പോലെ താരം നമുക്കറിയാം. ലോകകപ്പിന് ശേഷം അദ്ദേഹം ക്യാപ്റ്റൻ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്, ഉപനായകരൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഗംഭീർ വന്ന ശേഷം നേരെ പിന്നെ ഗില്ലിലേക്ക് സൂര്യകുമാർ യാദവിലേക്ക് ക്യാപ്റ്റൻസി പോയി. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. താരത്തിന് ഫണ്ടേയില്ല, ഇപ്പോഴും ഇല്ല. തന്നെ ഈ IPL 3 സീനിയർ താരങ്ങളൊക്കെ നയിക്കുന്ന താരമാണ്. ഇവിടെ വരുമ്പം കീഴ കഴിക്കാനും ഒരു പ്രശ്നമില്ല. എങ്ങനെയും കളിക്കും, ഏത് റോളും കളിക്കും. ഇന്ത്യക്ക് ചത്തു പണിയെടുക്കും. പണ്ട് നമ്മൾ IPL പിന്നെ സാംകറിനൊക്കെ പറഞ്ഞ പോലെ ഏത് റോളും എടുക്കും, ബാറ്റും ബോളും കൊണ്ട് ചത്തു പണിയെടുക്കുന്ന ഒരു താരമായിട്ട് അങ്ങനെ ചെയ്യും. 100% മാത്രമേ കളിക്കുന്നതാണ്. എല്ലാ താരങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഹാർദിക്കിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ തോന്നിപ്പോയ ഇതിലാണ് ഫീൽഡിലൊക്കെ അദ്ദേഹം പ്രകടനം
വരുന്നതിനോ അങ്ങനെ ഒരു താരമാണ്. അത് നമുക്ക് എന്തായാലും മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ഹാർദിക് തന്നെ. അത് തന്നെ മാത്രമല്ല ഹാർദിക് നിലവിൽ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ആണ് വരുന്നത്. 40 ദിവസത്തോളം BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ആഭ്യന്തര ക്രിക്കറ്റിൽ വരുന്നു. തൻ്റെ ആ ഒരു അർത്ഥത്തിലുള്ള പോരാടാനുള്ള ഒരു മനോവീര്യത്തെ ഒരു പരിക്കിനും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഹാർദിക് ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഈ പരമ്പരയിൽ ഹാർദിക് തെളിയിച്ചിരിക്കുകയാണ്. 3 ഇന്നിങ്സുകളാണ് ഹാർദിക് ബാറ്റ് ചെയ്തത്. 3 ഇന്നിങ്സുകളിൽ നിന്ന് 142 റൺ. അതിൽ ഒരു ഇന്നിങ്സ്, രണ്ടാമത്തെ ഇന്നിങ്സ് കുറച്ച് സ്ലോ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നെങ്കിൽ പോലും ഹാർദിക്കിനെ സംബന്ധിച്ച് വിശ്വസിക്കാവുന്ന ഒരു താരമാണ്. ഇന്ത്യൻ കണ്ടീഷനിൽ എന്താണോ കഴിഞ്ഞ ലോകകപ്പിൽ ഹാർദിക് കാഴ്ചവെച്ചത്, എന്താണോ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഹാർദിക് കഴിഞ്ഞ ലോകകപ്പിൽ നൽകിയത്, അത് ഈ ലോകകപ്പിൽ നൽകാൻ ഹാർദിക് പാണ്ഡ്യ അവിടെ ഉണ്ടാവും. ഹാർദിക് പാണ്ഡ്യ ഉള്ളത് തന്നെയാണ് ടീമിന്റെ മധ്യനിരയിൽ മാത്രമല്ല ടീമിന്റെ ഓവറോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ടീമിന്റെ ഒരു കരുത്തായിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയുടെ കോച്ച് പറഞ്ഞതുപോലെ ഇന്ത്യക്കും മറ്റു ടീമുകൾക്കും ഇടയിലുള്ള ഒരു കരുത്തായിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യാസമായിട്ട് ഹാർദിക് പാണ്ഡ്യ അവിടെ തന്നെ ഉണ്ടാകും. ലോകകപ്പിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഹാർദിക്കിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.